ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഹസീന ഉബൈദ് എന്ന നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് നമ്മളെ മക്കൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് കൊടുത്തേക്കാം. മക്കൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും കഴിക്കാൻ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഇത് ആദ്യം ഞാൻ കുറച്ച് വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം ഒരു തക്കാളി അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. തക്കാളി നല്ല പോലെ വെന്ത് തരണേ. വെള്ളം നല്ല പോലെ വെട്ടി തിളച്ച് തക്കാളി നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മളിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഈ തക്കാളി നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കുമ്പോൾ ഒന്നിങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ തന്നെ നമ്മളെ തക്കാളിൻ്റെ തൊലിയൊക്കെ അങ്ങോട്ട് പോരും. അപ്പോൾ ആ തൊലിയൊക്കെ ഒന്ന് നീക്കി വെക്കുക. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് വെച്ചിട്ടാണ് ഒന്ന് തക്കാളി നല്ല പോലെ ഉടച്ചെടുക്കുന്നത്. അപ്പോൾ തൊലിയൊക്കെ ഞാൻ മാറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ തക്കാളി നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഇതാ ഞാൻ വേറൊരു പാനിലേക്ക് തക്കാളി ഉടച്ചെടുത്തതുണ്ടല്ലോ അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് ഒരു സ്പൂൺ മാത്രം മതി. ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. തക്കാളിയും ഗോതമ്പ് മാവും ഉപ്പും ഓയിലൊക്കെ കൂടി നല്ലൊന്ന് മിക്സ് ആവട്ടെ. എന്നിട്ട് പിന്നെ നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കണം. ഒന്ന് കൈകൊണ്ട് കുഴച്ചാലേ ശരി. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ നമ്മൾക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിനുണ്ടല്ലോ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കറി ഇല്ലാതെ തന്നെ നമ്മൾക്കിത് ചായക്ക് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നല്ല പോലെ ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഞാനിത് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ ഫ്രണ്ട്സുകളോടാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി തരണേ. ഇപ്പം ഞാനിതാ അത് ബോളാക്കിയിട്ട് ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ഒന്ന് നീളത്തിൽ നൈസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഒരു പച്ചമുളകും ഒരു മുട്ടയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പ് കൂടി ചേർക്കണേ. നല്ലപോലെ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് പാൽ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല, ഒരു മുട്ട കൂടി ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു മുട്ടയാണ് ഇതിലെടുത്ത്, കുറച്ച് പാലില്ലെങ്കിൽ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞൊരു വീഡിയോയിൽ മലപ്പുറത്തുനിന്ന് ഒരു റസീന നമ്മളെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ പേര് പറയണമെന്ന്. അതുപോലെ കണ്ണൂരിൽ നിന്ന് ഒരു ഷമീമ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ പേര് പറയുന്നത്. അപ്പോൾ ഷമീമ, റസീന, ഹായ്. താങ്ക് യു സോ മച്ച് റസീന, ഷമീമ, എല്ലാവരോടും. ഇപ്പോൾ ഇതാ ഞാൻ നമ്മളെ മാവുണ്ടല്ലോ, മാവ് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് ചെറിയ ബൗളുകളാക്കി എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലൊന്ന് ഇതാക്കിയാൽ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് നേരം സവാളൊക്കെ കട്ട് ചെയ്യുന്ന നേരം ഞാൻ അതൊന്നവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഞാൻ 4 ഉരുളകളാക്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് നല്ലപോലെ പരത്തിയെടുക്കട്ടെ. അല്ല അത്യാവശ്യം ഒരു വട്ടത്തിൽ പരത്തിയെടുക്കുന്നുണ്ട്. പൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടെടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ എന്താണ്, എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ നല്ല മഴയാണ്. മഴ പെയ്തിട്ട് കറണ്ടില്ല. അതുപോലെ കാറ്റ്, മഴേൻ്റെ മുന്നേ കാറ്റ്, അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ അതാ പരത്തിയെടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. മൊത്തത്തിലൊന്ന് ചെറുതായിട്ടൊന്ന്, ഒരുപാടൊന്നും വേണ്ട, കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു ഭാഗം നമ്മളിങ്ങനെ മടക്കി കൊടുക്കണം. ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് മാത്രം കേട്ടോ പൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ആ ഒരു ഭാഗം നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി വെക്കാം. മടക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ അവിടെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അവിടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മാത്രം അവിടെ ഇതുപോലെ കുറച്ച് പൊടി ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഇപ്പുറത്തെ ഒരു സൈഡ്, അവിടെ ആ ഒരു ഭാഗം ഇതുപോലെ അങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് വീണ്ടും അവിടെ നമ്മൾ ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരല്പം മാത്രം പൊടി അതുപോലെ ഒന്ന് കുറച്ച് മാത്രം ഇങ്ങനെ പൊടി ഇട്ടെടുത്താൽ മതി. അതുപോലെ പൊടി ഇട്ടെടുത്തിട്ട് ഇതിൻ്റെ 2 ഭാഗം നമ്മളൊരു ബോക്സ് പോലെ ഇതൊന്ന് മടക്കി എടുക്കുന്നുണ്ട്.
ഇത് കണ്ടില്ലേ, ഇതുപോലെ കാണുമ്പോൾ വിചാരിക്കും ഇത് കുറേ പണിയുണ്ട് കേട്ടോ. കുറേ പണിയൊന്നുമില്ല, ഇത് പെട്ടെന്ന് കഴിയുന്നതാണ്. കറിയൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല, ഈസിയാണ്. കറി ഇല്ലാതെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിതാ ഈ ഒരു രീതിയിൽ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. നല്ല പോലെ ഒന്ന് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. പിന്നെ ഓയിലൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ നീളത്തിലൊന്ന് പരത്തുക. പിന്നെ അതൊന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചപ്പാത്തി കോലുണ്ടല്ലോ അതിങ്ങനെ ഇതുപോലെ നല്ല പ്രസ് ചെയ്താൽ തന്നെ അങ്ങനെ നമുക്ക് പെട്ടെന്നായി കിട്ടും. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ 4 ചപ്പാത്തിയും അതുപോലെ ആദ്യം പരത്തിയെടുത്ത് പിന്നെ അതുപോലെ മടക്കി ഓയിൽ സ്പ്രെഡ് ചെയ്ത് വീണ്ടും പൊടിയിട്ട് അങ്ങനെ അതാ 4 ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഈ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ഒന്ന് ചുട്ടെടുക്കാൻ. ഒരു ദോശക്കല്ല് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഓയിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ആ മുട്ടയും സവാളൊക്കെ കൂടിയുള്ള ഒരു മിക്സില്ലേ, അത് മിക്സ് അതിലിതാ ഇതൊന്ന് നല്ലപോലെ ഡിപ്പ് ചെയ്തിട്ട് ഇതാ ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. നമ്മൾ കല്ലിലേക്ക് ഇത് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ചപ്പാത്തി. അതിലേക്ക് കുറച്ച് കുറച്ച് സവാള കോരി അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് സവാളൊക്കെ കഴിക്കാൻ. പിന്നെ അതൊന്ന് ചൂടായതിന് ശേഷം വീണ്ടും മറിച്ചിട്ട് കൊടുത്ത് ഇപ്പം തന്നെ ഇത് നല്ല പൊള്ളനായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ. വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ ഞാൻ 4 ചപ്പാത്തിയും അങ്ങനെ ഓരോന്ന് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. നമ്മൾക്കിതിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാണെന്ന്. അങ്ങനെ നമ്മളെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് ഒരു മുട്ട ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇനിയിപ്പോൾ എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവില്ലേ രാവിലെ എണീറ്റാൽ. അപ്പം മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.